ഹലോ ഗൈസേ, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ഒരു നീണ്ട വീഡിയോ ഇട്ടിട്ട്. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ല വ്യക്തികൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തന്നതിനെല്ലാം ഒരുപാട് നന്ദി. ഞാനിന്ന് വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോഴാണ് ബീച്ചിലേക്കൊന്ന് പോയാലോ, ആലപ്പുഴ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പം നല്ല വിശപ്പുണ്ടല്ലോ. ഉച്ച സമയത്താണ് ഞാൻ പോയത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ ബീച്ച് ബേ എന്ന ഹോട്ടലിലേക്ക് കയറി കേട്ടോ. അത് നമ്മുടെ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആലപ്പുഴയിൽ വരുന്നവർ തീർച്ചയായിട്ടും ബീച്ച് ബേ എന്ന ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ നമ്മുടെ കടലിൻ്റെ തിരമാലയുടെ സൗണ്ടൊക്കെ കേട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. മേളിലിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. പപ്പടം, തക്കാളിക്ക, നാരങ്ങ അച്ചാർ, പിന്നെ അവിയൽ, സാമ്പാർ, മോര്, പിന്നെ മീൻകറി നമ്മൾ സ്പെഷ്യൽ വാങ്ങിച്ച കേട്ടോ. ഞങ്ങൾ മീൻകറിയൊക്കെ അടിച്ച് തകർത്ത് കഴിച്ചു. അപ്പോൾ അവിടുത്തെ ഭായിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. നല്ല സ്നേഹമുള്ള ഭായി കേട്ടോ. വരാനോ ബീച്ചിൻ്റെ അപ്പുറത്ത് ബീച്ച് റെസ്റ്റോറൻറ്റ് അവിടെ വരാനോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളെ ഭായി നന്നായിട്ട് ട്രീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ 2 പാലമുണ്ട് കേട്ടോ. ഇവത്തിൽ ഒരു പാലത്തിൻ്റെ മേളിൽ കൂടി വണ്ടിയൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ഈ ഒരു പാലത്തിൽ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോന്നപ്പം ഒരു ചേട്ടൻ്റെ കടയിൽ വന്നു. ചുമ്മാ ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാണ്. ചേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. നോക്കാം. അടിപൊളി. ചേട്ടാ എത്ര നാളായി ഇവിടെ? ഞാനിവിടെ ഒരു 6 വർഷം. ഓക്കെ. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? വളരെ മോശം. വളരെ മോശം അല്ലേ? ഇവിടെ ചായയുണ്ട്. നല്ല നല്ല വിഭവങ്ങൾ ഒരുപാടുണ്ട്. കക്കാർച്ചി, കപ്പ, ഇത് ഉള്ളിപ്പക്കാവട, വട്ടബജി, കോളിഫ്ലവർ, മുളക് ബജി. അപ്പം ആലപ്പുഴ വരുന്നവർ, ബീച്ചിൽ വരുന്നവർ അൻസാരി ചേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. നല്ല ഫുഡാണ്. ചായയൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടന് ഇപ്പം കട മടുപ്പാന്നാണ് പറയുന്നത്. കച്ചവടം ഒക്കെ കുറവാന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്നവരൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ചേട്ടൻ്റെ കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് രസമല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായമല്ലേ അത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കും കേട്ടോ. അവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, കടകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ വെച്ച് കാച്ചുവാണ്. എങ്ങോട്ടാണെന്നറിയാമല്ലോ? കടലിൻ്റെ അടുത്തേക്ക്. നമുക്ക് നോക്കാം. കുറേ നടപ്പുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ പഴയ പാലം, ഞാൻ നേരത്തെ കാണിച്ച പാലമാണ്. പാലം ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങ് വരാണ്ടോ, അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഉച്ചയാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസ് കട ചേട്ടൻ്റെ അടുത്ത് ചെന്നു. പിന്നെ ഞങ്ങളവിടെയൊക്കെ ഒന്ന് കറങ്ങി, ഫുള്ള് കറങ്ങി. പിന്നെ ഞങ്ങൾ കടലിൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പുഴിമണ്ണാണ്. രസമുണ്ട് നടക്കാനൊക്കെ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഐസ്ക്രീം സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കടകൾ, ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അങ്ങ് കാണുന്നത് കടൽപ്പാലമാണ്. പണ്ടത്തെ നല്ല പാലമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ദ്രവിച്ച് അതിൻ്റെ തൂണ് മാത്രമുണ്ട് കേട്ടോ. ഒരു സംഭവം ഇപ്പോൾ ഇല്ല. പിന്നെ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ നിൽപ്പുണ്ട്. അപ്പം തിരമാലയൊക്കെ കണ്ടോ, അസലായിട്ട് നല്ല ശോഭിച്ച് നിൽക്കുവാനെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി ആയം ഉണ്ടായിരുന്നു നമ്മുടെ തിരക്ക്. പിന്നെ അങ്ങോട്ട് അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇന്ന് ആൾ കുറവായിരുന്നു. ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ബീച്ചിൽ ഇപ്പം അങ്ങനെ ആൾക്കാർ ഈ സമയത്ത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിരമാല ഇങ്ങനെ വന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ
അവിടെ കുറച്ച് പേര് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പരിചയപ്പെടാൻ ചെന്നപ്പോഴാണ് അവർ കർണാടകക്കാരാണ് കേട്ടോ. നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ അവരെ. ഞാൻ സംസാരിച്ചു കേട്ടോ അവരോട്. സൂപ്പർ. മലയാളം தெரியுமா கொஞ்சம்? தமிழ் பிடிச்சிருக்கா அங்கே? ஓகே മനസ്സിലായി. താങ്ക് യു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പം നമ്മുടെ മല്ലു ബോയ്സ് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല, അവർ നല്ല എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. അവിടെ അടിച്ച് തകർത്തിങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ഞാനൊരു കമ്പനിയൊക്കെ ആയി കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇതേ തിരമാലയൊക്കെ ആഞ്ഞടിച്ച് വരുന്നുണ്ടോ. ഇമാര് തകർപ്പായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം അടിച്ച് തകർത്തു. തിരയിലൊക്കെ കിടന്ന് മറിയുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവരോടൊപ്പം നിന്നു. നല്ല രസമായിരുന്നു. നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ഇവരുടെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ, മറന്നുപോയി. കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്ക് കേട്ടോ. ഞാൻ ഇവരോടാണ് പറയുന്നത്. അങ്ങനെ അവരുമായിട്ടൊക്കെ ഒന്ന് അടിച്ച് തകർത്തിട്ട് തിരമാലയൊക്കെ എണ്ണി ഇലമിഴിയൊക്കെ കുറച്ച് നേരം നടന്ന് നല്ല രസം. ഈ തിരമാല എന്ന് വെച്ച് നമ്മൾ വന്ന് തഴുകുന്ന ഒരു ഇതുണ്ട്. എന്ത് സുഖമെന്നറിയോ അത്. നമ്മുടെ കാലിൽ വന്നിങ്ങനെ തിരമാല തഴുകുന്നത്. നിങ്ങളത് ആസ്വദിച്ചിട്ടുണ്ടോ? നന്നായിട്ട് ഇന്ന് ആസ്വദിക്കണം. കാരണം തിരമാല നമ്മളെ അങ്ങ് വന്ന് വാരിപ്പുണരുന്നുണ്ട്. ഈ പൊടിമണ്ണിനോടൊപ്പം നമ്മുടെ കാലുകൾക്കും അവിടെയൊക്കെ നോക്കി എന്ത് രസമാണെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉച്ചയാണേലും എനിക്കത് തിരമാല വരുന്നുണ്ടോ, അടിപൊളിയല്ലേ, നല്ല രസമില്ലേ കാണാൻ. അങ്ങനെയാണ്, എല്ലാവരും വരണം കേട്ടോ. ആലപ്പുഴ ബീച്ചിൽ വന്ന് എല്ലാം ആസ്വദിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. വരുന്നവരൊക്കെ ആലപ്പുഴ ബീച്ചിൽ വന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ. അടിപൊളിയാണ്. പിന്നെ ആകാശമൊക്കെ ഉണ്ടോ, പാലം. ഇവിടെയൊക്കെ ഞങ്ങൾ തകർത്ത് വാരി ഇങ്ങനെ നടക്കും കേട്ടോ. ഇങ്ങനെ നടന്ന് ഇവിടെയൊക്കെ ആസ്വദിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിൻ്റെ കരവിരുത് എന്ത് രസമല്ലേ. മേഘമൊക്കെ കണ്ടോ. പിന്നെ അതിങ്ങനെ കുടയൊക്കെ വെച്ചിട്ടുണ്ട്. ബോഡി ഗാർഡ്സാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. 2 പേര് ഇരിപ്പുണ്ട്. ഒത്തിരി അങ്ങ് ദൂരേക്കൊന്നും അവർ വിടത്തില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ലൈഫ് ജാക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ ഈ പരിപാടി ഇല്ലാതെ നമുക്കൊരു സന്തോഷമുണ്ടോ? ഉപ്പില്ലാതെ എന്ത് സോഡ എന്ന് അങ്ങനെയാണോ? ഗ്യാസ് ഇല്ലാതെ എന്ത് സോഡ? അതുപോലല്ലേ നമ്മൾ ചെല്ലുന്നത്. ഈ പരിപാടി ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് പൂർണ്ണത ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് ആ പൊടിമണ്ണിൽ ഞാനങ്ങ് അറിഞ്ഞങ്ങ് ആറാടി. നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. കടൽ പുറകിൽ, പൂഴിമണ്ണ്, ആകാശം, ഇതവിടെ പൊളിഞ്ഞ പാലം. നല്ല രസമായിരുന്നു. എന്നെ വീഡിയോ എടുക്കാൻ സഹായിച്ചത് അനൂപ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിയാണ് എന്നെ അവിടെ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യാനിരിക്കുമായിരുന്നു. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ആലപ്പുഴ ബീച്ചിൽ വരണം കേട്ടോ. ആലപ്പുഴ വരുന്നവരെല്ലാം ഇവിടെ വന്ന് ആസ്വദിക്കണം. പിന്നെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പൈൻമരക്കാടൊക്കെ ഉണ്ട്. അപ്പം അവിടെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയായിരുന്നു. അത് കാരണം ഒരുപാട് സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാനിന്ന് വളരെയധികം ഹാപ്പിയായിരുന്നു. എൻ്റെ ഫ്രണ്ടിനോടൊപ്പം ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഒത്തിരി പേരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റി. എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡാൻസ് ചെയ്ത് നിൽക്കുമ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ചെയ്തു. അവരെല്ലാം ചിരിച്ചുകൊണ്ട് നിന്നു. എല്ലാവർക്കും വന്ന് പറഞ്ഞു നന്നായിട്ട് ചെയ്തു എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഫുള്ളും ഞങ്ങളവിടെ കറങ്ങിയടിച്ച് നിന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കും അനൂപ് ബ്രോൻ്റെ വീട്ടിലേക്കും പോയി. അപ്പം താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.